നമസ്കാരം. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചാലക്കുടി നഗരസഭയുടെ പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ചാലക്കുടി നഗരസഭയിൽ മുൻ ചെയർമാനായിട്ടുള്ള ശ്രീ എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്ന് ഉപാധ്യക്ഷയായിട്ടുള്ള ആലി ഷിബുവും രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് പുതിയ ചെയർമാനായിട്ട് ഷിബു ആലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നീണ്ട മാരത്തോൺ ചർച്ചകളും പിന്നീട് ഇതൊരു കീറാമുട്ടി പ്രശ്നമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇന്ന് പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കാനായിട്ട് സമവായത്തിലൂടെ ഐക്യകണ്ഠേനയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഐ ഗ്രൂപ്പിലെ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഉപാധ്യക്ഷയെ കണ്ടെത്താനായിട്ടുള്ള സമവായത്തിലൂടെ ഐക്യകണ്ഠേന കണ്ടെത്താനായിട്ടുള്ള ഇതിൽ ഇടപെടലിലേക്ക് പോകാൻ പറ്റാതിരുന്നത്. ഇത് ബ്ലോക്ക് തലങ്ങളിലും അതിനെ തുടർന്ന് കോൺഗ്രസിന്റെ ജില്ലാ തലങ്ങളിലും വരെ ചർച്ച നീണ്ടെങ്കിലും ഇത് ഒരു ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്താണ് ഇന്ന് ചാലക്കുടി നഗരസഭയിലെ കോൺഗ്രസിലെ കൗൺസിലർമാർ ചേർന്ന് പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് നീങ്ങിയത്. തുടർന്ന് കൗൺസിലർമാർ ചാലക്കുടി നഗരസഭയിലെ കോൺഗ്രസിലെ കൗൺസിലർമാർ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി. 28 കൗൺസിലർമാരാണ് UDF നുള്ളത്. അതിൽ ഒരാൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലറും ഒരാൾ സ്വതന്ത്രയുമാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് 26 കൗൺസിലർമാർ പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നീങ്ങിയപ്പോൾ അതിൽ 13 പേർ ചാലക്കുടി നഗരസഭ 22ാം വാർഡ് കൗൺസിലർ സി ശ്രീദേവിക്കൊപ്പം നിന്നപ്പോൾ 13 പേർ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള നിതാ പോളിനോടൊപ്പം നിന്നു. 13-13 26 കൗൺസിലർമാർ വോട്ട് രേഖപ്പെടുത്തിയതിൽ 13-13 എന്ന തുല്യ നിലയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നറുക്കെടുപ്പിലേക്ക് നീങ്ങി. നറുക്കെടുപ്പിൽ ചാലക്കുടി നഗരസഭ 22ാം വാർഡ് കൗൺസിലർ സി ശ്രീദേവി ചാലക്കുടി നഗരസഭയുടെ പുതിയ ഉപാധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. പുതിയ ഉപാധ്യക്ഷയെ കണ്ടെത്താനായിട്ടൊരു ഈറാമുട്ടി പ്രശ്നമായിട്ട് നിലനിന്നിരിക്കുന്ന സാഹചര്യം ഉടലെടുത്തതിനെ തുടർന്നാണ് ഇത്തരമുള്ള തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ചാലക്കുടി നഗരസഭ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഒരു നഗരസഭയാണ്. കോൺഗ്രസിനകത്ത് ഐ ഗ്രൂപ്പിന് വ്യക്തമായ മേധാവിത്വമുള്ള ഒരു സംവിധാനമാണ് ചാലക്കുടി നഗരസഭയിലുള്ളത്. പക്ഷെ അതിൽ രണ്ട് പ്രബലമായ പക്ഷങ്ങളുണ്ടെന്ന് നമുക്ക് പരസ്യമായ രഹസ്യമാണ്. മുൻ ചെയർമാൻ വി എഫ് പൈലപ്പന്റെ നേതൃത്വത്തിലുള്ളതും അതുപോലെ തന്നെ ശ്രീ എബി ജോർജിനെ പിന്തുണയ്ക്കുന്ന പക്ഷവും. ഇപ്പോഴത്തെ ചെയർമാൻ ഷിബു ആലപ്പൻ എബി ജോർജ് പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്. പുതിയ ചെയർമാൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉപാധ്യക്ഷയെ കണ്ടെത്താനായിട്ടുള്ള നീക്കങ്ങൾക്കിടയിലാണ് ഈ സമവായത്തിലൂടെ ഒരു ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ടും സാധിക്കാതിരുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് കൗൺസിലർമാർ ഇപ്പോൾ ഉപാധ്യക്ഷയെ കണ്ടെത്താൻ കോൺഗ്രസിലെ കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിലേക്ക് പോയതും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തുല്യ നിലയിൽ വന്നതിനെ തുടർന്നാണ് നറുക്കെടുപ്പിലൂടെ സി ശ്രീദേവി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ കോൺഗ്രസിനകത്ത് ചാലക്കുടിയിലെ കോൺഗ്രസിനകത്ത് രണ്ട് പക്ഷങ്ങളും ഒപ്പത്തിനൊപ്പം തുല്യമായി ആരും ഒന്നിനൊന്ന് കുറവല്ല, രണ്ട് പക്ഷങ്ങളും ഒരേപോലെ തുല്യ ശക്തിയിൽ നിലകൊള്ളുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം സി ശ്രീദേവിക്ക് ഉപാധ്യക്ഷയാവാനായിട്ടുള്ള അവസരം മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടിരുന്നു. ഇതിൽ ഏറ്റവും വളരെ വിചിത്രമായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനകത്തെ എ ഗ്രൂപ്പ് ഈ വിഷയത്തിൽ നിശബ്ദമായിരുന്നു. പക്ഷെ എ ഗ്രൂപ്പിലെ 2 കൗൺസിലർമാർ ഇപ്പോൾ സി ശ്രീദേവിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു 2 കൗൺസിലർമാർ നിതാ പോളിനൊപ്പം നിന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഇതിൽ ഏതെങ്കിലും കൗൺസിലർമാർ ഐ ഗ്രൂപ്പിലേക്ക് മാറുമോ എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തായിരുന്നാലും ചാലക്കുടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ സംഭവങ്ങൾ ഒരു പ്രത്യയശാസ്ത്രപരമായ അപകടത്തിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും പുതിയ ഉപാധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട സി ശ്രീദേവി നാളെ 11 മണിക്ക് ഉപാധ്യക്ഷയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത്. സി ശ്രീദേവിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നേരുന്നു. പുതിയ ചെയർമാൻ ഷിബു ആലപ്പിന് വളരെ മികച്ച രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് ഈ അവസാന വാലറ്റക്കാലം നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ചാലക്കുടി നഗരസഭയിലെ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ജെഫൈസ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.